രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള ചോറും അടുപ്പത്ത് വെച്ച് അമ്മ ദാ നേരെ പോയി മുറ്റത്തിരിക്കുന്നുണ്ട്. മുറ്റത്ത് പോയിരിക്കണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ പോയിരിക്കണതല്ല കേട്ടോ. ആളിതാ തേങ്ങ ഉണങ്ങാനിടുകയാണ്. എണ്ണ ആട്ടാനായിട്ട് തേങ്ങ വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഉണക്കിയെടുക്കുന്നത് ഒരു പണി തന്നെയാണല്ലേ. അതുകൊണ്ട് തന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് വെയിൽ വീണതും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്ന കാഴ്ച ഇതാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. കാരണം ഇപ്പൊ കുറച്ച് ദിവസം അല്ല കേട്ടോ, ഇത് കഴിഞ്ഞ 2-3 വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം ദിവസം മുൻപെടുത്ത വീഡിയോ ആണ്. അതായത് വെക്കേഷൻ സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നപ്പോൾ എടുത്ത വീഡിയോകളിൽ ഒന്ന്. തേങ്ങ പരത്തിയിട്ട് കഴിഞ്ഞതും കയ്യിലൊരു മഴുവും എടുത്ത് കണ്ണിൽ കണ്ട വിറകൻ അങ്ങോട്ട് കശപശാന്ന് വെട്ടിപ്പൊളിച്ചേ. എന്നിട്ട് ഇതാ അടുപ്പിന്റെ സൈഡില് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. കുത്തിച്ചാരി എന്ന് പറഞ്ഞാൽ അറിയണ്ടാവോ? ഞങ്ങളിങ്ങനെ വിറകിനെ ചാരി വെക്കുന്നതിനൊക്കെ ഇവിടെ പറയാറുള്ള വാക്കാണ് കേട്ടോ ഈ കുത്തിച്ചാരി എന്നുള്ളത്. ഇപ്പൊ വെയിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും ഈ സമയങ്ങളിലൊക്കെ കുറച്ച് സമയം മഴ പെയ്യും, പിന്നെ പെട്ടെന്ന് വെയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു കാലാവസ്ഥ ഉണ്ടായിരുന്നത്. ഇതെന്താ ഞാൻ പറയുമ്പോൾ വെറുതെ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം മനസ്സിലായല്ലോ അല്ലേ. ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിൽ അങ്ങനെയുള്ള ദിവസങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അമ്മ മുറ്റത്ത് തന്നെ ആ വിറകിനെ ഇടാതെ ആ സൈഡിലേക്കായിട്ട് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചത്. കാരണം പെട്ടെന്ന് എങ്ങാനും മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ തേങ്ങയാണോ വാരിയെടുക്കുക, വിറകാണോ മാറ്റി വെക്കുക, അതും പോരാത്തതിന് ഞങ്ങളെല്ലാവരും അവിടെ ഉള്ളതുകൊണ്ട് അയയിൽ നിറച്ച് തുണികളുണ്ട്. അപ്പം എല്ലാം കൂടെ അങ്ങോട്ട് മാറ്റൽ എല്ലാവരും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ എടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ എന്തായാലും നനഞ്ഞു പോകുമല്ലോ. അപ്പം അതുകൊണ്ട് ആ വിറകിന് ആ സൈഡിൽ തന്നെ വെച്ചു. അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. വിറക് വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞെങ്കിലും അമ്മ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടൊന്നുമില്ല മക്കളെ. മഴ മാറ്റി ദാ കൈക്കോട്ടും കൂട്ടത്തില് വെട്ടുകത്തിയും ഒക്കെ കയ്യിലെടുത്തുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ തേങ്ങ ഉണങ്ങാനിട്ട് അതിൻ്റെ സൈഡിൽ ഉജാല വെള്ളം ഒരു ബോട്ടിലിനകത്താക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ നായ വരില്ല അത്രേ. ഇവിടുത്തെ നായകളുണ്ടല്ലോ, നമ്മൾ തേങ്ങ ഉണങ്ങാനിട്ടതോ ചെരുപ്പോ അങ്ങനെ കണ്ണിൽ കണ്ട എന്താണെങ്കിലും എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ശ്രദ്ധ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ അവരെടുത്തിട്ട് പോവും. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നായ വരില്ല എന്ന് പറഞ്ഞ് അമ്മ 2 സൈഡിൽ 2 ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചാണ് കേട്ടോ ഈ പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ തേങ്ങ മുറ്റത്തുള്ളതുകൊണ്ട് അകത്ത് പോയിരിക്കലും നടക്കില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഉണങ്ങി കിട്ടുന്നത് വരെ പുറത്തിങ്ങനെ എന്താ പണി ഉണ്ടാവുക എന്നും പറഞ്ഞ് തപ്പി നടക്കലാണ് ആള്. പക്ഷേങ്കിൽ ഈ പണി നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ മുറ്റത്തിൻ്റെ 2 സൈഡിലായിട്ടും ദാ നല്ല രീതിക്ക് പുല്ല് വളർന്ന് കാട് പോലായി നിൽക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം അമ്മ കുറച്ച് ദിവസമായിട്ട്, ഞങ്ങൾ ഇവിടെ എത്തുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ തന്നെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 10-11 ദിവസത്തോളം നമ്മളുടെ ചെറിയച്ഛൻ, അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് മെയ് 1-ാം തീയതി മരിച്ചു. അപ്പോൾ അമ്മ കുറച്ച് ദിവസം അവിടെ തന്നെ ആയിരുന്നു ചടങ്ങ് കഴിയണവരെയൊക്കെ. അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തുമ്പോഴത്തേനും തന്നെ ഞങ്ങൾ വെക്കേഷനുള്ള വിരുന്ന് എന്നുള്ള പേരിൽ ഞങ്ങളെല്ലാവരും വീട്ടിലും എത്തി. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ അകത്തുള്ള ക്ലീൻ ചെയ്യലും പിന്നെ ഞങ്ങൾ എത്തിയതിൻ്റെ ഒരു തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇവിടെ ഒന്നും അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഇത്രത്തോളം ഇങ്ങനെ പുല്ല് വളർന്ന് കാട് പോലായിരിക്കണത്. അമ്മ ഇവിടെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഇത്രയും ഹൈറ്റിലൊന്നും വളരില്ല. അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് ചെത്തി എടുത്തില്ലെങ്കിലും വെട്ടുകത്തി കൊണ്ട് അത് വെട്ടിയാണെങ്കിലും മാറ്റും. പിന്നെ ഈ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ മഴയും കൂടെ പെയ്തുകൊണ്ടിരിക്കണോണ്ട് തന്നെ പുല്ലും വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം കിട്ടിയത് ഇപ്പോഴാണ് അമ്മയ്ക്ക്. ഞങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. പിന്നെ തേങ്ങയെല്ലാം വെട്ടി പൊളിച്ചിട്ടു. കാരണം വെയിൽ മാറി മഴ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അമ്മ ഈ പുല്ല് ചെത്താനായിട്ട് നിന്നത്. നമ്മളെന്തേലും പൂച്ചെടിയായിട്ട് മുറ്റത്ത് നട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളർന്നു വരാൻ കുറച്ച് കഷ്ടമാണ്, കുറച്ച് സമയമൊക്കെ എടുത്താണ് വളർന്നു വരിക. പക്ഷേങ്കിൽ ഈ പുല്ലുകളുണ്ടല്ലോ എത്ര പെട്ടെന്ന് എവിടെ നിന്നൊക്കെയാണ് വരണമെന്ന് അറിയില്ല അല്ലേ. ഇതിപ്പോൾ ഇത്രയൊക്കെ വെട്ടി ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു 10 ദിവസം അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഇതേ രീതിയിലാവും കേട്ടോ. ഇപ്പം മഴയും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പറയുകയും വേണ്ട. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മഴയും അതുപോലെ തന്നെ വെയിൽ ശക്തിയായിട്ടില്ല എന്നുണ്ടെങ്കിലും മക്കൾ ഫുള്ള് കളിക്കുന്നത് ഈ മുറ്റത്ത് തന്നെയാണ് കേട്ടോ. അതൊക്കെയാണ് അമ്മയ്ക്ക് ഒരുപാട് പേടി. അവർ പുല്ലിൻ്റെ സൈഡിലോട്ടൊന്നും വരില്ല, നമ്മുടെ മുറ്റത്തിൻ്റെ അവിടെ തന്നെയാണ് കൂടുതലും കളിക്കാറുള്ളത്. എന്നാലും ഈ പാമ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങളിവിടെ എത്തിയപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു ഇതൊന്ന് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് സമയം കിട്ടിയത് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ ഈ പണിക്ക് നിന്നത്. തേങ്ങ ആട്ടാനായിട്ട് വെട്ടിപ്പൊളിച്ചതിൻ്റെ ചകിരിയും ഇതാ കുറച്ചെടുത്ത് മുറ്റത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് കത്തിക്കാൻ, അതായത് ഈ വീഡിയോ എടുത്തതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് കത്തിക്കാനുള്ളതിന് മാത്രമായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് കുറച്ച് മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് അവിടെ ഒരു സൈഡിൽ അങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ വെയിൽ കിട്ടുന്ന സമയങ്ങളിൽ കുറച്ചായിട്ട് ഉണക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് അതിനെങ്ങനെ കൂട്ടി വെച്ചതിന് ഒരു ചാക്കല്ലല്ലോ, എന്തോ ഒരു സംഭവം വലുത്, ടാർപ്പായോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇട്ടിട്ട് അമ്മ മൂടി വെക്കലാണ് കേട്ടോ പതിവ്. ഇവിടെ ഒരാൾ കണ്ടില്ലേ, അമ്മമ്മ പണി ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാനെന്നുള്ള പേരിൽ
പുല്ലാണ് പോയി നിൽക്കുന്നത്. അമ്മ പറിച്ചിട്ട പുല്ലിനെ തന്നെയാണ് ആൾ ആ വടി കൊണ്ട് ഇങ്ങനെ വെട്ടിയെടുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും ആൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മനസ്സ് തോന്നിയല്ലോ അല്ലേ. അതും പോരാത്തതിന് ഇതാ അമ്മ ഇങ്ങനെ പുല്ല് വാരിടണം കണ്ടിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു സൈഡിൽ നിന്ന് വാരി അപ്പുറത്തെ സൈഡിൽ കൊണ്ടിടുന്നുണ്ട്. അമ്മ അപ്പുറത്തുനിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുല്ലാണ്, ചൊറിയും, മേത്ത് ചൊറിയും, കുരുവരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും ചീത്ത പറയുന്നുണ്ട്, കുട്ടിയെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ ആൾക്ക് എന്തോ അതിൽ വലിയ സന്തോഷം കാണുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും മുടക്കാൻ പോയില്ല. അപ്പുറത്തെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്തിൻ്റെ സൈഡിൽ. അവരോട് കളിച്ചുകൊണ്ടിരിക്കലായിരുന്നു ഇവനും. പെട്ടെന്നാണ് അമ്മമ്മ ഈ പണി ചെയ്യണത് ശ്രദ്ധിച്ചത്. അപ്പം അങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നതാ. നമ്മുടെ ആ രണ്ട് സൈഡിലുള്ള പുല്ലുകൾ വെട്ടുകത്തി കൊണ്ട് വെട്ടാനുള്ളത് വെട്ടി ബാക്കിയുള്ളതെല്ലാം ചെത്തിയെടുക്കുമ്പോഴത്തേനും തന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അതുകൂടെ കഴിഞ്ഞിട്ടാണ് അമ്മ കൈകാലം മുഖം മാത്രമായിട്ട് കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നത്. കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം പണി ഫുള്ളായിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട്. എന്നിട്ട് അമ്മ ആ മുറ്റത്ത് നമ്മുടെ ആ തിണ്ണയുടെ സൈഡിൽ തന്നെയാണ് കുറച്ച് സമയം ഒന്ന് കിടന്നത്. അതുകൂടെ കഴിഞ്ഞിട്ടാണ് ഈ അടിച്ചു വിടാനായിട്ട് നിന്നത് കേട്ടോ. ബാക്കി തന്നെ അത്രയും സമയം മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തേങ്ങയും അന്നത്തെ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ തേങ്ങയും കൊണ്ടു. തുണികൾ ഉണങ്ങാനിട്ടതെല്ലാം ഉണങ്ങി കിട്ടി. വിറകാണെന്നുണ്ടെങ്കിലും അമ്മ പുറത്തേക്ക് എടുത്തിട്ടതും വെട്ടിപ്പൊളിച്ചതും എല്ലാം ആ നനവുണ്ടായിരുന്നെല്ലാം ഉണങ്ങി കിട്ടി കേട്ടോ. എന്നിട്ട് ഇതാ കംപ്ലീറ്റ് ഒന്ന് അടിച്ചുകൂടെടുത്തു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ 1-2 ദിവസം മാത്രമാണ് കേട്ടോ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയില്ലാതിരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു 3 മണി അങ്ങോട്ട് കഴിഞ്ഞാലും മഴ തുടങ്ങുമായിരുന്നു. അങ്ങനെ അല്ലെങ്കിലും പകൽ സമയങ്ങളിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മഴ ചെറുതായിട്ടൊന്ന് പാറിയിട്ട് പോവുമായിരുന്നു. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ഈ ഒരു ദിവസം മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പണി ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല ഇനിയിപ്പോൾ അമ്മ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പുല്ലുകൾ അത്രയും വേഗത്തിൽ ഈ സൈഡിലും ഒന്നും വരില്ല. അടിക്കാതിരിക്കുമ്പോഴാണ് 10 ദിവസത്തോളം ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ചൂലൊട്ടും തട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആ മുറ്റത്തിന്റെ സൈഡിലും ഇത്രയും പുല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ദിവസത്തെ പണി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു ആശ്വാസമായി കേട്ടോ. മറ്റേത് ഇങ്ങനെ പുല്ല് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ അമ്മയ്ക്കും ഇങ്ങനെ വിഷമായിരുന്നു. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ കാടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ആൾക്കും ഒരു ആശ്വാസം. വീട്ടിൽ പോയപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ ഫുൾ വീഡിയോകൾ അവിടുത്തെ എടുത്തിടണേ എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.